നമ്മളിന്ന് പോകുന്നത് വയനാടിൻ്റെ സ്വന്തം പൂരം എന്നറിയപ്പെടുന്ന വള്ളിയൂർക്കാവ് ഉത്സവത്തിലേക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മാനന്തവാടിയിൽ നിന്നും വയനാട് മാനന്തവാടിയിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്തേക്കാണ്. ഇത് പ്രധാനമായ ആദിവാസി സമുദായങ്ങളുടെ ഏറ്റവും പങ്കാളിത്തം നിറഞ്ഞൊരു ഉത്സവം കൂടിയാണ് വള്ളിയൂർക്കാവ് എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ ഒരു ആദിവാസി മൂപ്പൻ കൊടിയുയർത്തുന്ന ഏക ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഈ വള്ളിയൂർക്കാവ്. ഗോത്ര വിഭാഗങ്ങൾക്ക് ഒരുപാട് പരിഗണന, വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ഉത്സവം കൂടിയാണ് ഈ വള്ളിയൂർക്കാവ് എന്ന് പറയുന്നത്. ഇത് ആദിവാസി സമൂഹം മാത്രമല്ല, ഇത് വയനാട്ടിലെ എല്ലാവരുടെയും ആഘോഷമാണ്. അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. മീന 1 കൊടിയേറിക്കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് പ്രധാനമായും നടക്കുക. ഇതൊരു 14 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നൊരു ആഘോഷം കൂടിയാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വരുന്നുണ്ട്. നമുക്കിവിടെ നിരവധി കച്ചവടക്കാരെ കാണാൻ പറ്റും. ഒരുപാട് നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. കുട്ടികളായിട്ടാണ് വരുന്നതാണെങ്കിൽ കളിപ്പാട്ടം മുതൽ ചെടി വരെ എന്ന് വേണ്ട സകല സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഏകദേശം നല്ല വിലക്കുറവ് തന്നെയായിരിക്കും ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുക. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഒരു തവണ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഇതാ പുറത്ത് ചെറിയ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത് വലിയ തോതിൽ ടിക്കറ്റുകൾ കരസ്ഥമാക്കി വേദിയിലേക്ക് കടന്നു വരിക. ട്രാഫിക് പോലീസ് നമ്മുടെ ഈ ഉത്സവം കൊടിയേറുന്നതിന് മുമ്പ് ഒരു 2 ദിവസം മുമ്പ് ഈ മരത്തിൻ്റെ ചുറ്റും എല്ലാ ദിവസവും നിറച്ച ആൾക്കാരിരിക്കും. അപ്പോൾ ആദ്യവശാൽ അന്നൊരു ചെറിയൊരു മഴ പെയ്തുകൊണ്ട് ആൾക്കാരൊക്കെ മാറി. ഒരു കച്ചവടക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നു.
ഇവിടെ മഴയായതുകൊണ്ട് പോലീസ് വണ്ടി വന്ന് തിരിച്ച് താഴത്തേക്ക് പോയി. അവിടെ ആളും മരിച്ചു. അവിടെ കച്ചവടം അങ്ങനെ ദയനീയ സംഭവമാണ്. ഇവിടെ വെച്ചാണ് സംഭവം. തത്തമ്മകൾ 100 രൂപ, ഏതെടുത്താലും 1 100 രൂപ, നായക്കുട്ടികൾ 100 രൂപ, പുലിക്കുട്ടികൾ 100 രൂപ, ജിറാഫുകൾ 100 രൂപ, തത്തമ്മകൾ 100 രൂപ, ഏതെടുത്താലും 1 100 രൂപ. നായക്കുട്ടികൾ 100 രൂപ, പൂച്ചക്കുട്ടികൾ 100 രൂപ, ഏതെടുത്താലും 1 100 രൂപ. വന്നോടോ വന്നോടോ വന്നോട് ഇത് നമ്മുടെ മുറുക്കാൻ പോലെ തന്നെ ബംഗാളികളാണ് ആ സമയത്ത് അതൊന്നും മുറിച്ചു പതിയെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ കാണാൻ വേണ്ടി ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് വയനാട്ടിലെ ഏതെങ്കിലും സ്ഥലം കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇതുപോലെ എന്തെങ്കിലും ആഘോഷം കാണണമെന്ന് കമൻ്റായി പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.